അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, നമ്മൾ ഇന്നലെ കുറെ ചോദിച്ചതാണെങ്കിലും ഈ ചർച്ച തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിൽ തന്നെ ആകാം എന്ന് കരുതുന്നു. തന്ത്രിയെ പൂട്ടിയത് എന്തിന്? ഇത് വളരെ വ്യക്തമാണല്ലോ ഉത്തരം. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സമുദായ സംഘടനകളുടെ ചുമതലക്കാരൊക്കെ പറയുന്നൊരു കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്ത്രിയിലേക്ക് എത്തുമെന്നുള്ളത്. അതിന്റെ കാരണം വളരെ വ്യക്തമായിരുന്നു. കാരണം ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് എപ്രകാരമാണോ പ്രതികാര നടപടിയോടുകൂടി ഇപ്പോൾ താങ്കൾ കാണിച്ച വിഷ്വലിലെ മുഖ്യമന്ത്രി ഈ ഇദ്ദേഹത്തിനെ പറ്റി പറഞ്ഞത്, അതിന് തീർത്തും പണി കൊടുക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി. അതുകൊണ്ട് ശബരിമലയിലെ ഈ മോഷണവുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ഹൈന്ദവ സംഘടനകൾ ന്യായീകരിക്കുന്നു എന്ന് കരുതരുത്. തീർത്തും ദുഃഖകരമായ ഒരു സാഹചര്യമാണ് തന്ത്രിയുടെ അറസ്റ്റിൽ കൂടി ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കാരണം ശബരിമല ശാസ്താവിന്റെ യാതൊരു വസ്തുവും മോഷ്ടിക്കാനും അതിന് കൂട്ടുനിൽക്കാനും ഒരു വ്യക്തിക്കുമുള്ള അവകാശമല്ല, ഒരു വ്യക്തിക്കും സാധിക്കില്ല. അപ്രകാരം ഏതെങ്കിലും വ്യക്തികൾ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇതിന്റെ ശബരിമല യുവതീ പ്രവേശന സമയത്ത് ഈ തന്ത്രിയായിരുന്ന രാജീവ് തന്ത്രി വളരെ കൃത്യമായൊരു നിലപാടെടുത്തിരുന്നു. യുവതികളെ അവിടെ പ്രവേശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെതിരെ ശക്തമായ നടപടി തന്ത്രി എന്ന രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നും മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം പറഞ്ഞ നിലപാടാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ കാഴ്ചയുടെ മറുപടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ SITയും സംശയത്തിന്റെ നിഴലിലാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ SIT കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആചാര ലംഘനം നടത്തുന്നതിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. SITക്ക് എങ്ങനെയാണ് ഈ തന്ത്രി ആചാര ലംഘനം നടത്തിയെന്ന് പറയാൻ സാധിക്കുന്നത്? അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള കോൺസ്പിറസി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവകാശമുള്ള, ചുമതലയുള്ള, അധികാരമുള്ള SIT ഈ തന്ത്രിയുടെ ആചാര ലംഘനത്തിനെ പറ്റി അന്വേഷിക്കാൻ ഉള്ള ബാധ്യതയുള്ളവരല്ല. അതാണ് പ്രധാനമായിട്ടുള്ളത്. അതിന്റെ രണ്ടാം ഘട്ടം ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ കേസ് തുടങ്ങിയ നാൾ തൊട്ട് തന്നെ സംശയ നിഴലിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ചില വ്യക്തികളുണ്ട്. ഈ പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിരുന്ന വിജയകുമാറും KP ശങ്കർദാസും ഈ കേസിനകത്ത് പത്മകുമാറിനെയും അവസാനം ഗതിയില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗോൾ അടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഇതിനകത്തെ ഒരു പ്രധാന പ്രതിയായിട്ട് എല്ലാവരും വിലയിരുത്തുകയും ഹൈക്കോടതിയും SITയും ഒരു പരിധി വരെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയി കേരള ഹൈക്കോടതി പരാമർശം നീക്കാൻ അപേക്ഷ കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും കൃത്യമായ നിരീക്ഷണം നടത്തിയതാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ കൊള്ള നടന്നിട്ടുള്ളത് എന്ന്. ആ ശങ്കർദാസിന് എന്താണ്, കൊമ്പുണ്ടോ? അദ്ദേഹത്തിന്റെ മകൻ IPS ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നത്, അതോ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അടുപ്പമാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും തന്ത്രി കുടുംബത്തിലെ ആരെയെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മിനിഞ്ഞാന്ന് തൊട്ട് തന്നെ ഈ കേസിൽ സജീവമായി ഇടപെടാൻ തുടങ്ങി. കാരണം ഇതുവരെ കേരള പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരുന്നു ഈ കേസിന്റെ അന്വേഷണം നടത്തിയിരുന്നത് എങ്കിൽ ഇതിനിയും ഒരു പാരലായിട്ടുള്ള അന്വേഷണം, ഇതിന്റെ പിറകിലുള്ള കള്ളപ്പണം വെളുപ്പിക്കല്, ഇതിന്റെ പിറകിൽ അനധികൃതമായിട്ടുള്ള സമ്പാദ്യം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാൻ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നത് മിനിഞ്ഞാന്നാണ്. മിനിഞ്ഞാന്ന് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. തന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഈ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ല, ഈ ലോകമെമ്പാടുമുള്ള ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഉയർന്ന ആചാര്യ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വ്യക്തമായ രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇതൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. ശബരിമലയിൽ ആരെയാണ് കയറ്റിയത് എന്നുള്ള പാരഡി ഗാനം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലനമുണ്ട്. ആ ചലനത്തിന്റെ മറുപടി ഞങ്ങളല്ല കയറ്റിയത്, അവിടേക്ക് കള്ളനെ കയറ്റിയതും മോഷ്ടിച്ചതും ഈ തന്ത്രിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. അതിന് കുടപിടിക്കുന്ന ഒരു സമീപനമാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമ്മൾ ഒരു കാര്യം, ആചാര ലംഘനം നടത്തുന്നതിന് ഇന്ത്യൻ പീനൽ കോഡിലോ ഭാരതീയ ന്യായ സംഹിതയിലോ യാതൊരു വിധമായ വകുപ്പുമില്ല. അപ്രകാരം ഒരു വകുപ്പുണ്ട് എങ്കിൽ ആചാര ലംഘനത്തിനാണ് തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പാർപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ആചാര ലംഘനത്തിന് തൂക്കുകയർ വിധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് പിണറായി എന്നുള്ളത് സമൂഹം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. രാത്രിയുടെ മറവിൽ
സുപ്രീം കോടതിയുടെ വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് രാത്രിയുടെ മറവില് രഹ്ന ഫാത്തിമ പോലെയുള്ള കനകദുർഗ പോലെയുള്ള സ്ത്രീകളെ ശബരിമലയിലേക്ക് കടത്തി അവിടുത്തെ ആചാര ലംഘനം നടത്തിയ പിണറായിയെ എന്താണ് ചെയ്യേണ്ടത്? തൂക്കിക്കൊല്ലുക തന്നെയാണ് വേണ്ടത്. അത് മനസ്സിലാക്കാൻ ഈ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും സാധിക്കും. തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ നമ്മുടെ ഈ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കരുണ്ട്. ഞാനും അദ്ദേഹമൊക്കെ പങ്കെടുത്ത ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ വളരെ വ്യക്തമായി സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഈ അന്വേഷണമോ ഈ അറസ്റ്റോ ഈ തന്ത്രിയിലേക്ക് ചെല്ലുകയില്ല, കാരണം അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ രേഖകളോ ഇല്ല എന്ന് അദ്ദേഹം